Doom, tss, doom, tss, doom, tss, doom, tss, doom, tss. ഇതിനെ ഫോർച്യൂൺ ടെല്ലർ എന്നാ പറയാ. അഭ്യങ്കള് പേപ്പർ ഉപയോഗിച്ചിട്ടുണ്ടാക്കിയതാ അത്. നിങ്ങൾക്ക് ഇതുപോലെ ഉണ്ടാക്കണോ? നമുക്കെന്നാ പോയി നോക്കിയാലോ എങ്ങനെയാ ഫോർച്യൂൺ ടെല്ലർ കടലാസ് വെച്ചിട്ടുണ്ടാക്കാന്ന്. നമ്മൾ ഫോർച്യൂൺ ടെല്ലറാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഫോർച്യൂൺ ടെല്ലർ എന്ന് പറയുമ്പോൾ കണ്ടില്ലേ, നല്ല രസമുണ്ട് അല്ലേ? ഇതാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. ഇത് പണ്ട് ഞങ്ങൾ കുട്ടിയായിരിക്കുന്ന സമയത്തൊക്കെ പറയായിരുന്നു, ഇത് സദ്യക്കൊക്കെ പോകുമ്പോൾ അച്ചാറ് ഉപ്പേരിയൊക്കെ വിളമ്പാനുള്ള ഒരു പാത്രമായിട്ടാണ് പറയാറുണ്ട്. പക്ഷേ തിരിച്ചു പിടിച്ചിട്ട് ഇതുപോലെയും ഫോർച്യൂൺ ടെല്ലറുമായിട്ടും ഞങ്ങൾ യൂസ് ചെയ്യാറുണ്ട്. ഇതുണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സമചതുരത്തിലുള്ളൊരു കടലാസാണ്. സമചതുരം എന്ന് പറയുമ്പോൾ അതിൻ്റെ എല്ലാ വശങ്ങളും ഒരേ നീളമാണ്. ഇംഗ്ലീഷിൽ ഇതിനെ സ്ക്വയർ എന്ന് പറയും. സ്ക്വയറും റെക്റ്റാങ്കിളും തമ്മിൽ വ്യത്യാസമുണ്ട്. റെക്റ്റാങ്കിൾ കണ്ടില്ലേ, ഇതൊരു റെക്റ്റാങ്കിൾ പേപ്പറാണ്, ദീർഘചതുരമാണ്. അതാവുമ്പോൾ അതിന് വലിയ ഈ സമചതുരത്തിനെ അപേക്ഷിച്ച് സമചതുരത്തിന് എല്ലാ വശങ്ങളും ഒരേ വലിപ്പമാണെങ്കിൽ ദീർഘചതുരമാകുമ്പോൾ അതിന് വലിയ രണ്ട് വശങ്ങളും ചെറിയ രണ്ട് വശങ്ങളും ഉണ്ടാവും. നമുക്കിവിടെ വേണ്ടത് സമചതുരത്തിലുള്ള സ്ക്വയർ ഷേപ്പിലുള്ള ഒരു കടലാസാണ് വേണ്ടത്. നിങ്ങളുടെ കയ്യിൽ ചിലപ്പോൾ പക്ഷേ അതുപോലത്തെ ഒരു കടലാസ് ഉണ്ടായെന്ന് വരില്ല. അങ്ങനെയാണെങ്കിൽ എങ്ങനെ നമുക്ക് ദീർഘചതുരത്തിൽ നിന്ന് സമചതുരം ഉണ്ടാക്കാമെന്ന് പഠിക്കണം. അതെങ്ങനെയാണെന്ന് നോക്കാം. അതിനുവേണ്ടി നമ്മൾ ചെയ്യേണ്ടത് വലിയ വശങ്ങൾ വലത്തോട്ടും ഇടത്തോട്ടും അതുപോലെ ചെറിയ വശങ്ങളുടെ മുകളിലോട്ടും താഴോട്ടും വരുന്ന രീതിയിൽ കടലാസ് വയ്ക്കുക. എന്നിട്ട് ഒരു കോണിൽ നിന്ന് കടലാസിൻ്റെ ഒരു മൂല എടുത്തിട്ട് അത് വലിയ വശത്തേക്ക് മുട്ടുന്ന രീതിയിൽ നമ്മൾ ഇത് ഫോൾഡ് ചെയ്യണം. ഫോൾഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അടിയിലൊരു വശം കാണാം. ആ വശം നമ്മൾ മുകളിലേക്ക് നമ്മൾ മടക്കണം. മടക്കുമ്പോൾ ഇതിന് മുമ്പ് ഈ കടലാസ് ഇവിടെ നിൽക്കുന്നത് കണ്ടില്ലേ, ഇതിന് മുമ്പായിട്ട് ഇവിടെ മടക്കാൻ പാടില്ല, ഇത് കഴിഞ്ഞിട്ടും മടക്കാൻ പാടില്ല. നമ്മൾ ഈ പേപ്പർ പതുക്കെ ഇങ്ങനെ മടക്കി കൊണ്ടുവരുന്ന സമയത്ത് നമുക്കൊരു റെസിസ്റ്റൻസ് ഫീൽ ചെയ്യും, അല്ലെങ്കിൽ ഒരു പ്രതിരോധം ഫീൽ ചെയ്യും. നമുക്കത് മനസ്സിലാവും ഈ കടലാസ് ഈ ഭാഗത്ത് മുട്ടിയെന്ന്. അവിടെ വെച്ചാണ് നമ്മൾ മടക്കേണ്ടത്. മടക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്കിത് നിവർത്താം, പിന്നെ ഇത് നിവർത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും ഇതിപ്പോൾ ഒരു സമചതുരമാണ്. ഇത്രയും ഈ ഭാഗം നമുക്ക് റിമൂവ് ചെയ്യണം, നമുക്ക് കളയണം. അപ്പം അതിനു വേണ്ടി ചെയ്യേണ്ടത് നമ്മൾ ഇപ്പോൾ ഈ മടക്കിയില്ലേ, അത് നമ്മൾ കടലാസ് നേരെ മറച്ച് വെച്ചിട്ട് നമ്മൾ പുറകിലോട്ട് മടക്കണം. ഇനി നമ്മൾ കടലാസ് തിരിച്ച് വെച്ചിട്ട് വീണ്ടും ഇത് മറുവശത്തേക്ക് മടക്കണം. ഇങ്ങനെ നമ്മൾ കടലാസ് മറച്ചും തിരിച്ചും ഈ മടക്ക് പുറകിലോട്ടും മുന്നോട്ടുമായിട്ട് ഒരു 5-6 തവണ ഇങ്ങനെ മടക്കുമ്പോഴേക്കും കടലാസിൻ്റെ അവിടുത്തെ ശക്തി ക്ഷയിക്കും. ആ ജോയിൻറ്റ് വളരെയധികം വീക്കാവും. വീക്കായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കത് ഈസി ആയിട്ട് നമുക്ക് കീറാൻ പറ്റും. ശരി, ഇപ്പോൾ ഏതാണ്ട് നല്ലപോലെ വീക്കായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ പേപ്പർ എടുത്തിട്ട് ഇതിൻ്റെ വലിയ വശത്ത് നമ്മളൊരു കൈ കൊണ്ട് ഉറപ്പിച്ച് പിടിക്കണം. എന്നിട്ട് ചെറിയ വശം നമ്മൾ പതുക്കെ ശ്രദ്ധിച്ച് വേണം, പതുക്കെ വശങ്ങളിലേക്ക് വലിക്കണം. ശ്രദ്ധിച്ച് വേണം വലിക്കാൻ. ചെറിയൊരു പ്രഷർ വേണം നമുക്ക്, പക്ഷേ വല്ലാതെ കൂടാനും പാടില്ല, വല്ലാതെ കുറഞ്ഞു കഴിഞ്ഞാൽ ഇത് കീറി കിട്ടൂല. അപ്പം പതുക്കെ നമ്മൾ വലിച്ചു കഴിഞ്ഞാൽ ഇതിപ്പോൾ ഇവിടെ കണ്ടില്ലേ കൂടുതൽ കീറിപ്പോയി. അപ്പോൾ നമ്മൾ ഒന്നും കൂടി മടക്കണം നല്ലപോലെ. ഇനി നമ്മൾ ഇവിടെ കീറി തുടങ്ങിയ കാരണം നമുക്ക് ഇവിടെ കീറാൻ പറ്റില്ല. നമുക്ക് വീണ്ടും തിരിച്ച് പിടിച്ചിട്ട് നമുക്ക് ഇതുപോലെ തന്നെ കീറാം. ശരി, അങ്ങനെ നമുക്ക് ചെറിയ ഭാഗം കീറി കളഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സമചതുരം കിട്ടി. ഇനി ഇത് വെച്ചിട്ട് നമുക്ക് എങ്ങനെ ഫോർച്യൂൺ ടെല്ലർ ഉണ്ടാക്കാമെന്ന് നോക്കാം.
ഫോർച്യൂൺ ടെല്ലർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യം ഈ പേപ്പർ എടുത്തിട്ട് വശങ്ങൾ തമ്മിൽ കൂട്ടിമുട്ടുന്ന രീതിയിൽ മടക്കണം. അപ്പോൾ ആദ്യം മുകളിലോട്ട് മടക്കുകയാണ്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് നിവർത്തിയിട്ട് വശങ്ങൾ തമ്മിൽ വീണ്ടും ഇടത്തുനിന്ന് വലത്തോട്ടോ വലത്തുനിന്ന് ഇടത്തോട്ടോ മടക്കണം. മടക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഇനി അത് നിവർത്തിയിട്ട് കോണോട് കോൺ മടക്കണം. നമ്മൾ ഈ ഒരു കോൺ എടുത്തിട്ട് ഈ ഒരു കോണിലേക്ക് വെച്ചിട്ട് നമ്മൾ മടക്കണം. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിവർത്തിയിട്ട് വീണ്ടും ഈ കോണിൽ നിന്ന് ഈ കോണിലേക്ക് മടക്കണം. ശരി, മടക്കി കഴിഞ്ഞു. ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് നിവർത്തി കഴിഞ്ഞാൽ നമ്മുടെ കടലാസിൽ ഒരുപാട് മടക്കുകൾ കാണാം. ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കടലാസ് ഇതുപോലെ വെച്ചിട്ട് ഒരു കോൺ എടുത്തിട്ട് നമുക്കിപ്പോൾ ഒരുപാട് ക്രീസസ് കിട്ടിയിട്ടുണ്ട് അല്ലേ, ഒരുപാട് മാർക്കുണ്ട്, മടങ്ങിയ മാർക്കുകളുണ്ട്. അതിൽ ഈ നടുവിലേക്ക് നോക്കിയിട്ട് നമ്മൾ ഏകദേശം മുട്ടിയില്ല എന്നുള്ള രീതിയിൽ വെച്ചിട്ട് നമ്മൾ പേപ്പർ മടക്കണം. ഇനി ഇത് തന്നെ ഈ 3 ഭാഗത്തും ചെയ്യണം. അപ്പോൾ അതുപോലെ ഞാൻ ഇവിടെ അടിയിൽ നിന്ന് എടുക്കുകയാണ്. ഈ നടുവിലത്തെ പോയിൻറ്റിൽ മുട്ടിയില്ല എന്നുള്ള രീതിയിൽ വെച്ചിട്ട് അവിടെ ഫോൾഡ് ചെയ്യണം. ഇപ്പോൾ 2 ഭാഗം കഴിഞ്ഞു. ഇനി 3ഉം 4ഉം കംപ്ലീറ്റ് ചെയ്യാനുണ്ട്. അപ്പോൾ നമ്മൾ 3ാമത്തെ ഭാഗം എടുത്ത് ഇതുപോലെ മടക്കുകയാണ്. 3ാമത്തെ ഭാഗം കഴിഞ്ഞു. ഇനി 4ാമത്തെ ഭാഗം കൂടി മടക്കണം. 4ാമത്തെ ഭാഗം കൂടി മടക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ കൈ മൂവ് ചെയ്യുമ്പോൾ ഇത് പതുക്കെ തുറന്നു വരുന്നുണ്ട്. നമ്മളിപ്പോൾ ഇത് മറച്ച് വെക്കണം കടലാസ്. ഇപ്പോൾ ഇത് തുറന്നു വരുന്നില്ല. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നേരത്തെ ചെയ്തത് തന്നെ വീണ്ടും ചെയ്യണം. അതായത് നമ്മൾ ഒരു കോണിൽ നിന്ന് കടലാസ് എടുത്തിട്ട് സെൻറ്റർ പോയിൻ്റ് നോക്കിയിട്ട് നമ്മൾ വീണ്ടും മടക്കണം. ഇതുപോലെ 4 വശത്തും മടക്കണം. നമ്മൾ 4 കോണിൽ നിന്നും മടക്കണം. അങ്ങനെ 2 എണ്ണം കഴിഞ്ഞു. 3ാമത്തെ കോണിൽ നിന്ന് മടക്കുകയാണ്. ഇനി 4ാമത്തെ കോണിൽ നിന്ന് മടക്കുകയാണ്. ശരി, കഴിഞ്ഞു. ഇനി നമുക്ക് ഇപ്പോൾ കണ്ടില്ലേ ഈ ഭാഗം തുറന്നു വരുന്നുണ്ട് അല്ലേ. നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് മുകളിലെ വശം താഴത്തെ വശം മുട്ടുന്ന രീതിയിൽ നമ്മൾ മടക്കുക. അതിനുശേഷം തുറന്നു കഴിഞ്ഞിട്ട് വലതുവശം ഇടതുവശത്തെ ഭാഗമായിട്ട് മുട്ടുന്ന രീതിയിൽ ആക്കിയിട്ട് മടക്കുക. മടക്കി കഴിഞ്ഞാൽ നമ്മൾ ഇതെടുക്കുക. എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കണ്ടില്ലേ ഇങ്ങനെ കടലാസ് ഇങ്ങനെ തുറന്നു നിൽക്കുന്ന കാണാം. നമ്മളിനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കടലാസിൻ്റെ ഇവിടെ മുറുകെ പിടിക്കുക. മുഴുവനായിട്ട് പിടിക്കരുത്, ഏകദേശം അറ്റത്ത് പിടിക്കുക. അതുപോലെ ഇവിടെയും അറ്റത്ത് പിടിക്കുക. എന്നിട്ട് പതുക്കെ നമ്മൾ ഉള്ളിലേക്ക് 2 കൈകളും പതുക്കെ പ്രസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ കണ്ടില്ലേ ഇവിടെ ഈ 2 വശങ്ങൾ പുറത്തേക്ക് തള്ളും. ഒരു സ്റ്റാർ പോലെ വരുന്നുണ്ട് അല്ലേ. അങ്ങനെ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളിതുപോലെ നല്ല രീതിയിൽ അതുപോലെ സ്റ്റാർ പോലെ ആയെന്ന് ഉറപ്പ് വരുത്തിയിട്ട് ഇനി നമ്മൾ ഇതിനെ വിടർത്താൻ പോവുകയാണ്. വിടർത്താൻ വേണ്ടി നമ്മൾ ചെയ്യേണ്ടത് ഇവിടെ ഒരു കടലാസ് കാണാം. അത് നമ്മൾ ആദ്യം പതുക്കെ വിരലുപയോഗിച്ച് വിടർത്തുക. ഇനി അതുപോലെ തന്നെ എല്ലാം വിടർത്തണം. രണ്ടാമത്തെ വിടർത്തി, മൂന്നാമത്തെ വിടർത്തി, നാലാമത്തെ വിടർത്തി. ശരി, ഇനി നമ്മൾ തിരിച്ച് പിടിച്ചിട്ട് വിരലിലിട്ട് കണ്ടില്ലേ നമുക്കിത് ഇങ്ങനെ ചെയ്യാം. അതുപോലെ നമുക്ക് വേണമെങ്കിൽ ഇതിങ്ങനെ തിരിച്ച് മറച്ച് പിടിച്ചിട്ട് നമുക്കെന്ത് പറയാം, ഇതിൽ അച്ചാറുണ്ട്, ഇതിൽ ഉപ്പേരിയുണ്ട്, ഇതിൽ പലതരത്തിലുള്ള ചിപ്സൊക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് നമുക്ക് വേണമെങ്കിൽ കൊടുക്കാം അല്ലേ. അങ്ങനെയാണെന്ന് പറയാം നമുക്ക് വേണമെങ്കിൽ പ്രിറ്റൻഡ് പ്ലേ ചെയ്യുമ്പോൾ. പക്ഷേ അല്ലെങ്കിൽ നമുക്കിതുപോലെ ഫോർച്യൂൺ ടെല്ലറായിട്ട് നമുക്കിത് യൂസ് ചെയ്യാം. നമുക്കിതൊന്നും കൂടി ഉണ്ടാക്കി നോക്കിയാലോ. ഇത്തവണ ഞാൻ സമചതുരത്തിലുള്ള ഒരു കടലാസ് എടുത്തിരിക്കുന്നത്. ദീർഘചതുരമാണെങ്കിൽ അതെങ്ങനെ സമചതുരമാക്കേണ്ടതെന്ന് നിങ്ങൾക്കറിയാം, അതുകൊണ്ട് ഞാനത് കാണിക്കുന്നില്ല. കടലാസ് എടുത്തിട്ട് നമ്മൾ ആദ്യം ഒരു വശം മറ്റു വശത്ത് മുട്ടുന്ന രീതിയിൽ നമ്മൾ ഫോൾഡ് ചെയ്യണം
കടലാസ്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് നിവർത്തി കഴിഞ്ഞിട്ട് നമ്മൾ മറുവശം എടുത്തിട്ട് ഇതുപോലെ ഫോൾഡ് ചെയ്യണം. അപ്പോൾ ആദ്യം അടിയിൽ നിന്ന് മുകളിലേക്കാണ് ഫോൾഡ് ചെയ്തതെങ്കിൽ പിന്നെ വലത് നിന്ന് ഇടത്തോട്ട് വേണം ഫോൾഡ് ചെയ്യാൻ. ശരി, അങ്ങനെ ഫോൾഡ് ചെയ്തു. ഇനി നമ്മൾ എന്ത് ചെയ്യണം? കോണുകൾ തമ്മിൽ ഫോൾഡ് ചെയ്യണം. ആദ്യം ഒരു കോൺ എടുക്കുക, മറ്റേ നേരെ എതിർ ദിശയിലുള്ള കോണിലേക്ക് ചേർത്ത് വെച്ചിട്ട് നമ്മൾ കടലാസ് മടക്കുക. ഇനി നിവർത്തുക. ഇനി നമ്മൾ എന്ത് ചെയ്യണം? ഈ കോണുകൾ തമ്മിൽ കൂട്ടി ചേർത്തിട്ട് നമ്മൾ വീണ്ടും കടലാസ് നല്ലപോലെ ഫോൾഡ് ചെയ്യണം. ശരി, ഇനി നമ്മളിത് നിവർത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഒരു സെൻറ്റർ പോയിൻ്റ് കിട്ടും. ആ സെൻറ്റർ പോയിൻറ്റിലേക്ക് നമ്മൾ ഈ ഒരു കോൺ എടുത്തിട്ട് മടക്കുക. അതുപോലെ രണ്ടാമത്തെ കോൺ എടുത്തിട്ട് മടക്കുക. എല്ലാം സെൻറ്റർ പോയിൻ്റ് നോക്കിയിട്ട് വേണം ചെയ്യാൻ. ശരി, അങ്ങനെ നാലാമത്തെ വശവും മടക്കി കഴിഞ്ഞു. 4 വശവും മടക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇത് ഇങ്ങനെ തുറന്നു വരുന്ന കാണാം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഇത് മറച്ച് വയ്ക്കണം. മറച്ച് വെച്ചിട്ട് വേണം നമ്മൾ വീണ്ടും ഇതുപോലെ തന്നെ സെൻറ്റർ പോയിൻ്റ് നോക്കിയിട്ട് നമ്മൾ മടക്കാൻ. അപ്പോൾ ഒരു വശം മടക്കി, രണ്ടാമത്തെ കോണിൽ നിന്ന് മടക്കി, മൂന്നാമത്തെ കോണിൽ നിന്ന് മടക്കി, നാലാമത്തെ കോണിൽ നിന്ന് മടക്കി. ശരി, ഇനി നമ്മൾ എന്ത് ചെയ്യണം? ഇതെടുത്തിട്ട് നമ്മൾ ഇതുപോലെ മുകൾ ഭാഗം അടിയിലോട്ട് വരുന്ന രീതിയിലാക്കിയിട്ട് ഒന്ന് മടക്കണം. അത് കഴിഞ്ഞ ശേഷം നിവർത്തിയിട്ട് താഴ്ഭാഗം മടക്കണം. ശരി, മടക്കി. ഇനി നമ്മളിത് തിരിച്ചു പിടിക്കുക. എന്നിട്ട് നമ്മൾ തിരിച്ചു പിടിച്ചിട്ട് നമ്മൾ ഇങ്ങനെ മടക്കിയിട്ട് പതുക്കെ ആദ്യം ഒന്നിങ്ങനെ മടക്കണം, പിന്നെ നിവർത്തിയിട്ടത് ഉള്ളിലേക്ക് മടക്കണം. എന്നിട്ട് നമ്മൾ വീണ്ടും ഇതിങ്ങനെ മടക്കി പിടിച്ചിട്ട് ഇതേ കടലാസ് നോക്കി കഴിഞ്ഞാൽ അറിയാം ഇതിങ്ങനെ ഇരിപ്പുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഈ ഭാഗം തുറന്നു വരുന്നുണ്ട് അല്ലേ? തുറന്നു വരുന്ന ഭാഗം അടച്ചു പിടിക്കണം. ഇപ്പോൾ നമുക്ക് കണ്ടില്ലേ കുറേ ഓപ്പണിങ്സ് കാണാം അവിടെ. നമ്മൾ എന്ത് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ 2 വശത്തും പിടിച്ചിട്ട് പതുക്കെ നമ്മൾ പേപ്പർ ഉള്ളിലേക്ക് ആക്കി കഴിഞ്ഞാൽ ഇത് സ്റ്റാർ പോലെ ആയി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഓരോ ഇതളുകളായിട്ട് നമ്മൾ ഒരു വിടരാത്ത പൂവ് വിടർത്തുന്ന പോലെ നമ്മൾ വിരലുകൾ ഉപയോഗിച്ചിട്ട് അത് വിടർത്തണം. ശരി, വിടർന്നു. ഇപ്പോൾ ഇതേ നമ്മുടെ ഫോർച്യൂൺ ടെല്ലർ ശരിയായിട്ടുണ്ട്. ഇതെങ്ങനെ നമുക്ക് ഉപയോഗിക്കാൻ നോക്കാം. 2 കയ്യിലത്തെയും വിരലുകൾ ഇതിലിട്ടിട്ട് അല്ലേ, ഫോർച്യൂൺ ടെല്ലർ റെഡി.